ആട് 3 എപ്പോ വരും? ആട് 3 ഡിസംബറിലാണ് ഷൂട്ട് തുടങ്ങുമെന്നുള്ളത് നമുക്ക് ഇട്ടിരിക്കുന്ന ഒരു അറിവ്. ഡിസംബർ അല്ലെങ്കിൽ ജനുവരിയിൽ തുടങ്ങും. എന്തായാലും അടുത്ത വർഷം ഫസ്റ്റ് ഹാഫ് തീരുന്നതിന് മുമ്പായിട്ട് റിലീസ് കാണുമെന്നാണ് പ്രതീക്ഷ. മിഥുന്റെ അടുത്ത് ചോദിച്ചപ്പോൾ മിഥുൻ ആട് ഫസ്റ്റ് പോലെ ചെയ്യില്ല എന്ന് പറഞ്ഞു. സെക്കൻഡ് തേർഡ് പോലെ, ഇല്ലെങ്കിൽ സെക്കൻഡ് തേർഡ് തമ്മിൽ ഒരു കമ്പാരിസൺ വേണ്ടി വരുമായിരിക്കും. അങ്ങനെയായിരിക്കും അല്ലേ പടം? കുറച്ചുകൂടെ ഒരു ലാർജ് ഇൻഫ്രാസ്ട്രക്ചറിലാണ് പരിപാടി പ്ലാൻ ചെയ്യുന്നത്. 3 മാസത്തെ ഡേറ്റ് ഒക്കെയാണ് എന്നോടൊക്കെ പറഞ്ഞിരിക്കുന്നത്. 3 മാസം എല്ലാ ദിവസവും ഷൂട്ടൊന്നും കാണില്ലായിരിക്കും. അപ്പൊ അറക്കൽ അബു അപ്ലിഫ്റ്റ് ചെയ്യപ്പെടും. അല്ല, അറക്കലബു മാത്രമല്ല, എല്ലാവരും എല്ലാവരും. എങ്കിലും അറക്കൽ അബുവിനെ നമുക്ക് മറക്കാൻ പറ്റില്ല. കൈവിറക്കുന്ന അറക്കൽ അബു. ചേച്ചി കണ്ടിട്ടുണ്ടോ ആട്? ആട് മറക്കാൻ പറ്റാത്ത അതെ, ബെഞ്ച് മാർക്ക് സിനിമകളിലും പേര് മാത്രമേ ഉള്ളൂ. ആ വില്ലനെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചേച്ചി ഈ പടം ചൂസ് ചെയ്യുന്ന സമയത്തും പിന്നെ ഇവരോടൊപ്പം ബിഹേവ് ചെയ്യുന്ന സമയത്തും ഒക്കെ എന്തായിരുന്നു ഫീല്? പിന്നെ അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ ചേച്ചിയുടെ മനസ്സിനകത്ത്? അതല്ലേ ഞാൻ പറഞ്ഞേ, എന്നോട് കഥ പറഞ്ഞത് ഒറ്റ ഇതില് കൃഷ്ണദാസ് വിളിച്ചിരുന്നു. വിളിച്ച് കഥ പറയുമ്പോൾ തന്നെ എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ സെറ്റ് വന്നിട്ടും ഞാൻ പറഞ്ഞ സെറ്റായിട്ട് തോന്നിയിട്ടില്ല. ഫാമിലി, എൻ്റെ മക്കള്, മരുമക്കള്, ഇത് തന്നെയാണ്. പിന്നെ ഞങ്ങളുടെ ഡയറക്ടർ വലിയൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഡയറക്ഷനെ കൂടുതൽ ഒന്നിച്ച് അഭിനയിക്കുമ്പോൾ, അല്ലാതെ ഡയറക്റ്റ് ചെയ്യുമ്പോഴും അദ്ദേഹം മുമ്പിൽ വന്നിട്ടില്ല. കൃഷ്ണദാസ് മുമ്പിൽ വന്ന് ഒന്നും പറയാൻ വന്നിട്ടില്ല. എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ മൈക്ക് വിളിച്ച് പറയും. അല്ലാതെ അത്രയും നല്ലൊരു സെറ്റ് ഫ്രീ ആയിട്ട് ഇതിൽ A to Z എല്ലാവരും പറയേണ്ട എന്ന് വെച്ചാൽ ക്യാരക്ടറുകളാണെങ്കിൽ എല്ലാവർക്കും ഫുൾഫില്ലായിട്ടുള്ള ക്യാരക്ടറാണ്. തുടക്കം പോലെ ലാസ്റ്റ് വരെ അമ്മയുണ്ട്, അച്ഛനും ഉണ്ട്, മക്കളും ഉണ്ട്, മരുമക്കളും ഉണ്ട്, ഇതിലെല്ലാവരും ഉണ്ട്. ഫിനിഷിംഗ് ഉണ്ട്. ചിലക്കിടയ്ക്ക് വന്നിട്ട് കാണാതെ പോകുമല്ലോ, ഇതിലങ്ങനെയില്ല. ഫിനിഷിംഗ് ഉണ്ട്. വലിയ സന്തോഷം. അപ്പൊ ചേച്ചി ഇത് പറയുന്നത് കേട്ട് വിശ്വസിക്കാം. എന്തായാലും ഭരതനാട്യം തിയേറ്ററിൽ പോയി തന്നെ അതുകൊണ്ട് കാണണം. അപ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് ചേച്ചിയുടെ അടുത്ത് ചോദിക്കാമല്ലോ. അപ്പോൾ ചേച്ചിയെ പോലെ ഒരു ആർട്ടിസ്റ്റ് എന്തായാലും ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പോസിറ്റീവായിട്ട് അങ്ങനെ പറയുന്നതല്ല, ജഡ്ജ് ചെയ്ത് തന്നെ പറയുകയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞങ്ങളത് വിശ്വസിക്കുന്നു. തിയേറ്ററിൽ ഫസ്റ്റ് ദിവസം ഞങ്ങൾ വരും. പിന്നെ ഇന്ന് ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ചേച്ചിയെ കാണാൻ പറ്റി എന്നുള്ളതാണ്. ഇവരൊക്കെ ഉള്ളപ്പോഴും ഇപ്പൊ ഈ സ്വാതി ശരിക്കും വരുമെന്നുള്ളത് എനിക്കറിയായിരുന്നു. സ്വാതിക്ക് ഞാൻ വരുമെന്നുള്ളത് അറിയില്ലായിരുന്നു, ദിവ്യക്കും അറിയില്ലായിരുന്നു. അവർക്കൊക്കെ സർപ്രൈസ് ആയിരുന്നു. ഞാൻ വലിയൊരു ഫാനാണ് കേട്ടോ. ഞാൻ എല്ലാം ഇതും കാണാൻ വേറെ ലെവൽ. വളരെ സോഫ്റ്റ് ആയിട്ട് ഓരോരുത്തരുടെ മനസ്സിരിക്കുന്ന നോണ്ടി എടുക്കാനുള്ള കഴിവുണ്ടല്ലോ. ഇത് വേറെ ആയിപ്പോയി. വളരെ പാവം പോലെ ഇരുന്ന് മുഖം പാവം പോലെ വെച്ചിട്ട് ചേച്ചി പാവം പോലെ പോസിറ്റീവായിട്ട് പറയാമെന്ന് വിചാരിച്ച ഞാൻ പക്ഷേ നന്നായിട്ട് ഇപ്പൊ എത്ര ഒരു 4-5 പടത്തിന്റെ കഥയും പറഞ്ഞു ഇല്ലേ? ഞാൻ പറഞ്ഞു നല്ലൊരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നോളേജ് അബൌട്ട് മ്യൂസിക് ഓഫ് മലയാളം അത് ഞാൻ എപ്പോഴും നിങ്ങളുടെ ഈ ഇന്റർവ്യൂസ് കാണുമ്പോഴത്തേക്കും എവിടെയെങ്കിലുമൊക്കെ അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. യു ഹാവ് ഗ്രേറ്റ് നോളജ് അബൌട്ട് ദാറ്റ്. ഇപ്പം ഇദ്ദേഹം പാടിയൊരു പാട്ട് ഞാൻ എപ്പോഴും കേട്ടൊരു പാട്ടാണ്, പക്ഷെ അതിന്റെ ആരാണ് പിന്നണിയിൽ ഉള്ള ആൾക്കാരെന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ബട്ട് യു നോ ദാറ്റ്. അത് നമ്മുടെ ജോണർ ആയതുകൊണ്ട് ശ്രദ്ധിക്കുന്നതാണ്. അതെ, അല്ല ആ ജോണറിൽ ഇഷ്ടപ്പെടുന്നതുകൊണ്ടായിരിക്കും ഡെഫിനറ്റ്ലി. ഇപ്പൊ നമ്മള് ഒരു എന്താണ് ഇപ്പം അഭിനയം നമുക്ക് ഇഷ്ടമായത് കൊണ്ടാണ് നമ്മളൊക്കെ അഭിനയിക്കുന്നത്. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് മ്യൂസിക് ഇഷ്ടമായത് കൊണ്ടാണ് അതിനെ പറ്റിയുള്ള നോളജ് ഉള്ളത്. ക്രിക്കറ്റിനെ പറ്റി അത്യാവശ്യം എനിക്ക് നോളജ് ആണ്. ക്രിക്കറ്റ് നമ്മൾ അത്രയും